students, welcome back to Bosco Campus Vision. In the last two sessions, we were discussing about the moving average mathematical indicators. So now we are moving on to the next type of mathematical indicator, that is oscillators. And in this session, we will look into the first type of oscillator, that is ROC, rate of change indicator. So oscillators are mathematical indicators calculated with the help of closing price data. They help to identify the overbought and oversold conditions and also the possibility of trend reversals. സോ ഓക്സിലേറ്റേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ബേസിക് ഡേറ്റ എന്ന് പറയുന്നത് ക്ലോസിംഗ് പ്രൈസ് തന്നെയാണ്. നേരത്തെ മൂവിങ് ആവറേജസ് പർട്ടിക്കുലർ ട്രെൻഡാണ് ഐഡൻറ്റിഫൈ ചെയ്തിരുന്നെങ്കിൽ ഇവിടെ ഓക്സിലേറ്റേഴ്സ് ഓവർബോട്ടും ഓവർസോൾഡ് കണ്ടീഷൻസും അതുപോലെ തന്നെ ട്രെൻഡ് റിവേഴ്സൽസുമാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ ഓക്സിലേറ്റേഴ്സ് എന്ന് പറഞ്ഞ മാത്തമാറ്റിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത് ഓവർബോട്ടും ഓവർസോൾഡ് കണ്ടീഷൻസും ഐഡൻറ്റിഫൈ ചെയ്യാനാണ്. ആൻഡ് ദീസ് ആർ കോൾഡ് ഓക്സിലേറ്റേഴ്സ് ബിക്കോസ് ദേ മൂവ് അക്രോസ് എ റെഫറൻസ് പോയിന്റ്. സോ ഓക്സിലേറ്റ് ചെയ്യുക എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നിന്ന് രണ്ട് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്നതിനാണ് നമ്മൾ ഓക്സിലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ക്ലോക്കിൻ്റെ പെൻഡുലമൊക്കെ മൂവ് ചെയ്യുന്നത് പോലെ, അതുപോലെ 0 എന്നൊരു പർട്ടിക്കുലർ റെഫറൻസ് പോയിന്റിൽ നിന്നും രണ്ട് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്ന ഒരു ഫോർമേഷൻ ആയതുകൊണ്ടാണ് ഇതിനെ ഓക്സിലേറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. ആൻഡ് വി ഹാവ് മെയിൻലി 3 ടൈപ്സ് ഓഫ് ഓക്സിലേറ്റേഴ്സ്, ദാറ്റ് ഇസ് ROC, RSI ആൻഡ് MACD. ROC means rate of change indicator, RSI means relative strength index, and MACD means moving average, convergence and divergence. So these are the three main types of oscillators used as mathematical indicators in technical analysis. So coming to the first one, we have rate of change indicator. It is a very popular oscillator which measures the rate of change of the current price as compared to the price a certain number of days or weeks back. To calculate a 7-day rate of change, each day's price is divided by the price which prevailed 7 days ago, and then 1 is subtracted from this price ratio. And ROC can be calculated by using the formula current price divided by the price n periods ago minus 1. So ROC calculate ചെയ്യാനുള്ള ഫോർമുലയാണ് current price divided by the price n periods ago minus 1. സോ ഇവിടെയും കുറച്ച് ദിവസത്തെ ക്ലോസിംഗ് പ്രൈസ് തന്നെയാണ് ബേസിക് ഡേറ്റ എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ അപ്ലൈ ചെയ്യുന്ന മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പർട്ടിക്കുലർ ഡേയിലുള്ള ക്ലോസിംഗ് പ്രൈസ് അതിന് കുറച്ച് മുമ്പത്തെ ദിവസത്തെയോ ആഴ്ചത്തെയോ ക്ലോസിംഗ് പ്രൈസ് വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യും. സോ അതാണ് കറണ്ട് പ്രൈസ് ഡിവൈഡഡ് ബൈ ദ പ്രൈസ് n പീരിയഡ്സ് എഗോ എന്ന് പറയുന്നത്. n പീരിയഡ്സ് എഗോ എന്ന് പറയുന്നത് ആ പർട്ടിക്കുലർ പീരിയഡ് ആണ്, എത്ര ദിവസത്തെ മുൻപത്തെ ഡേറ്റ ആയിട്ടാണ് കമ്പയർ ചെയ്യുന്നത് എന്നാണ്. അതിപ്പോൾ 7 days എടുക്കാറുണ്ട്, 10 days എടുക്കാറുണ്ട്, 12 days എടുക്കാറുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള പീരിയഡ് സെലക്ട് ചെയ്യാം. സോ ഇങ്ങനെ രണ്ട് വാല്യൂസ് തമ്മിൽ കമ്പാരിസൺ നടത്തിയതിന് ശേഷം ഒരു റേഷ്യോ ഫോം ചെയ്യും. ഈ ഫോം ചെയ്ത റേഷ്യോ 1ൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ROC ലഭിക്കുന്നത്. സോ ആദ്യം ROCയിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു പർട്ടിക്കുലർ ഡേയിലെ പ്രൈസ് കുറച്ച് പീരിയഡിലെ മുമ്പത്തെ പ്രൈസുമായിട്ട് കമ്പയർ ചെയ്യും. അങ്ങനെ ഒരു റേഷ്യോ ഫോം ചെയ്തതിന് ശേഷം അത് 1ൽ നിന്ന് സബ്ട്രാക്ട് ചെയ്താണ് നമ്മൾ ROC വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആൻഡ് ദ ROC വാല്യൂസ് മേ ബി പോസിറ്റീവ്, നെഗറ്റീവ് ഓർ 0. നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിരുന്നു, ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നതിനാണ് നമ്മൾ ഓക്സിലേറ്റേഴ്സ് എന്ന് പറയുന്നത്. സോ 0യുടെ മേപ്പോട്ട് പോസിറ്റീവ് വാല്യൂസും താപ്പോട്ട് നെഗറ്റീവ് വാല്യൂസും ആണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ROC വാല്യൂസ് പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം, അല്ലെങ്കിൽ 0യും ആകാം. So next we will look into the calculation of a 7-day ROC. So here we have the closing price of 16 consecutive trading days, and we are asked to calculate a 7-day ROC. So the n period here is 7 days. So ഇവിടുത്തെ n period എന്ന് പറയുന്നത് 7 ദിവസമാണ്. സോ ഒരു ഡേയിലെ പ്രൈസ് 7 ദിവസത്തെ മുൻപത്തെ പ്രൈസുമായിട്ടാണ് ഇവിടെ കമ്പയർ ചെയ്യേണ്ടത്. സോ ഇവിടെ കൊടുത്തിരിക്കുന്ന ഇൻഫോർമേഷൻ വെച്ചിട്ട് നമുക്ക് ആദ്യത്തെ 7 ദിവസം എടുക്കാൻ പറ്റില്ല. 8th ഡേ മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ബിക്കോസ് 8th ഡേ മുതൽ സ്റ്റാർട്ട് ചെയ്താലേ നമുക്ക് 7 ദിവസം മുമ്പുള്ള പ്രൈസുമായിട്ട് കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ 8th ഡേയിലെ 7 days മുമ്പുള്ള പ്രൈസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഡേയിലെ പ്രൈസാണ്, അതായത് 70. ഇനി 9th ഡേയിലെ 7 daysന് മുമ്പുള്ള പ്രൈസ് എന്ന് പറയുമ്പോൾ അത് സെക്കൻഡ് ഡേയിലെ പ്രൈസാണ്, അത് 72. അങ്ങനെ ഓരോ ദിവസത്തിൻ്റെയും 7 daysന് മുമ്പുള്ള പ്രൈസാണ് നമ്മൾ ക്ലോസിംഗ് പ്രൈസ് 7 days എഗോ എന്നും പറഞ്ഞുള്ള കോളത്തിൽ കാണിച്ചിരിക്കുന്നത്. സോ ഇനിയാണ് നമ്മൾ ഫോർമുല അപ്ലൈ ചെയ്ത് പ്രൈസ് റേഷ്യോയും ROCയും കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ 8th ഡേ മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. 8th ഡേയിലെ ROC എന്ന് പറയുമ്പോൾ അന്നത്തെ കറണ്ട് പ്രൈസ് എന്ന് പറയുന്നത് 75ഉം പ്രൈസ് n പീരിയഡ്സ് എഗോ എന്ന് പറയുന്നത് 70യും ആണ്.
സോ 75 ഡിവൈഡഡ് ബൈ 70 ചെയ്യുമ്പോൾ നമുക്ക് പ്രൈസ് റേഷ്യോ ലഭിക്കും, അതായത് 1.07. ഈ 1.07 1ൽ നിന്നും സബ്ട്രാക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ROC വാല്യൂ കിട്ടുന്നത്. അതായത് ഒരു പോസിറ്റീവ് വാല്യൂ ആയ 0.07 ആണ് ഇവിടുത്തെ ROC എന്ന് പറയുന്നത്. നെക്സ്റ്റ് 9th ഡേയിലെ കറണ്ട് പ്രൈസ് എന്ന് പറയുമ്പോൾ 78ഉം 7 ദിവസത്തെ മുമ്പത്തെ പ്രൈസ് എന്ന് പറയുന്നത് 72 ആണ്. അപ്പോൾ പ്രൈസ് റേഷ്യോ എന്ന് പറയുന്നത് 78 ഡിവൈഡഡ് ബൈ 72 ദാറ്റ് ഈസ് ഈക്വൽ ടു 1.08. ഈ 1.08 1ൽ നിന്നും സബ്ട്രാക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് 0.08 എന്നുള്ള ഒരു പോസിറ്റീവ് വാല്യൂ ആയ ROC ലഭിക്കുന്നത്. സോ ഈ ഒരു പ്രോസസ്സ് ഫോളോ ചെയ്താണ് നമ്മൾ ഓരോ ദിവസത്തെയും ROC വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി 14th ഡേ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ ക്ലോസിംഗ് പ്രൈസ് 75 ആണ്. 7 days എഗോയിലെ പ്രൈസ് എന്ന് പറയുന്നത് 77 ആണ്. സോ 75 ഡിവൈഡഡ് ബൈ 77 എന്ന് പറയുന്നത് 0.97 ആണ്. ഈ 0.17 1ൽ നിന്നും സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഒരു നെഗറ്റീവ് വാല്യൂ ആയ -0.03 ആണ് ലഭിക്കുന്നത്. സോ ഇവിടെ നെഗറ്റീവ് വാല്യൂ ആയതിനാൽ 0ൽ നിന്നും താഴേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ 13th ഡേയിലെയും 16th ഡേയിലെയും ഡേറ്റാസ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ക്ലോസിംഗ് പ്രൈസും 7 ഡേ മുമ്പുള്ള പ്രൈസും ഈക്വൽ ആയതുകൊണ്ട് തന്നെ അവിടുത്തെ ROC വാല്യൂസ് എന്ന് പറയുന്നത് 0 ആണ്. 13th ഡേയുടെ 7 days മുമ്പ് എന്ന് പറയുമ്പോൾ 6th ഡേ ആണ്. 6th ഡേയിലെ പ്രൈസ് എന്ന് പറയുന്നത് 76 ആണ്. സോ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ROC എന്ന് പറയുന്നത് 0 ആണ്. സോ ഇങ്ങനെ 16 ദിവസത്തെ 7 ഡേ ROC നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു നെഗറ്റീവ് വാല്യൂവും 2 സീറോ വാല്യൂസും ബാക്കിയെല്ലാം പോസിറ്റീവ് വാല്യൂസുമാണ് ലഭിച്ചത്. സോ സീറോ വാല്യൂ എന്ന് പറയുന്നത് സ്റ്റേബിൾ കണ്ടീഷൻ ആണ്. എബവ് ദ സീറോ എന്ന് പറയുന്നത് ഓവർ ബോട്ട് സോണും ബിലോ ദ സീറോ എന്ന് പറയുന്നത് ഓവർ സോൾഡ് സോണുമാണ്. സോ ഷെയർ വാങ്ങാൻ പറ്റിയ സമയമായിട്ടാണ് ഓവർ സോൾഡ് എന്ന് പറഞ്ഞ കണ്ടീഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതുപോലെ ഷെയർ വിൽക്കാൻ പറ്റിയ സ്യൂട്ടബിൾ ടൈമായിട്ടാണ് ഓവർ ബോട്ട് സോൺ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് ഹൗ വി കാൽക്കുലേറ്റ് എ 7 day ROC. Next we will see how these ROC values calculated are plotted in a graph. The ROC values oscillate across the zero line. When the ROC line is above the zero line, the price is rising, and when it is below the zero line, the price is falling. One should buy a share that is oversold and sell a share that is overbought. The overbought zone is above the zero line and the oversold zone is below the zero line. The ROC has to be used along with the price chart. The buying and the selling signals indicated by the ROC should be confirmed by the price chart. സോ ഈ ഒരു ഗ്രാഫിക്കൽ ഡയഗ്രാം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും സീറോ വാല്യൂസ് ആണ് നടുക്കൂടെ പോയിരിക്കുന്നത്. അതിനെ ഓക്സിലേറ്റ് ചെയ്യുന്ന രീതിയിലാണ് പോസിറ്റീവും നെഗറ്റീവും വാല്യൂസ് കൊടുത്തിരിക്കുന്നത്. സോ സീറോ ലൈനിൻ്റെ എബവ് പോകുന്നതിനെ ഓവർബോട്ട് സോൺ എന്നും സീറോ ലൈനിന് താഴെ പോകുന്നതിനെ ഓവർസോൾഡ് സോണുമായിട്ടാണ് കാണുന്നത്. സോ ഇങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഓരോ ROC വാല്യൂസും ഒരു പ്രൈസ് ചാർട്ടിൽ പ്ലോട്ട് ചെയ്താണ് ഒരു ROC ചാർട്ട് നമ്മൾ ഫോം ചെയ്യുന്നത്. സോ ROC വാല്യൂസ് വഴി ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ബൈയും സെല്ലിങ്ങും സിഗ്നൽസ് ഒരു പ്രൈസ് ചാർട്ടിൽ പ്ലോട്ട് ചെയ്തുകൊണ്ടാണ് നമ്മളതിനെ കൺഫേം ചെയ്യുന്നത്. So in this session we discussed about oscillators and the first type of oscillator, that is rate of change indicator, its calculation and the ROC chart. Hope all are clear with the topic. Thank you.